ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം പുരോഗമിക്കുന്നു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവരുന്നതിനുള്ള 3 ബില്ലുകൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടന 131 ഭേദഗതി ബിൽ, ഡീലിമിറ്റേഷൻ ബിൽ എന്നിവ കേന്ദ്രമന്ത്രി അർജുൻ മേഘ്വാളും കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമാണ് സഭയിൽ അവതരിപ്പിച്ചത്. സ്ത്രീകൾക്ക് രാഷ്ട്രീയ നീതി ഉറപ്പാക്കുന്നതിനുള്ള ചരിത്ര ബില്ലായിരിക്കും ഇതെന്ന് ശ്രീ അർജുൻ മേഘ്വാൾ പറഞ്ഞു. ബില്ലിന്മേലുള്ള ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം മറുപടി പറയും. ബിൽ പാസാക്കുന്നതിന് 3 ദിവസമാണ് പാർലമെന്റ് ചേരുന്നത്. അതേസമയം രാജ്യസഭയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉൾപ്പെടെ 10ഓളം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭക്ഷ്യസുരക്ഷ, സൈനിക സഹകരണം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണാപത്രം കൈമാറി. അടിസ്ഥാന സൌകര്യങ്ങൾ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ വിശ്വസനീയ പങ്കാളികളാണ് ഇരു രാജ്യങ്ങളുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓസ്ട്രിയൻ ചാൻസലറുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പ്രചാരണം ഊർജ്ജിതം. ബിജെപി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ പശ്ചിമ ബംഗാളിൽ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. തമിഴ്നാട്ടിൽ എൻഡിഎയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡിഎംകെ നേതാവുമായ എം.കെ. സ്റ്റാലിൻ സേലം ജില്ലയിലാണ് പ്രചാരണം നടത്തിയത്. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ രണ്ടാംഘട്ട പോളിംഗ് 29-ന് നടക്കും. 2027-ലെ സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇന്നു മുതൽ മെയ് 15 വരെയുള്ള 30 ദിവസമാണ് ഫീൽഡ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 2027-ലെ സെൻസസിന്റെ ആദ്യഘട്ട ഫീൽഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, കർണാടക, ലക്ഷദ്വീപ്, മിസോറാം, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിലും ദേശീയ തലസ്ഥാനത്തെ എൻഡിഎംസി, ഡൽഹി കന്റോൺമെന്റ് ബോർഡ് പ്രദേശങ്ങളിലും വീട് പട്ടികപ്പെടുത്തലിനും ഭവന സെൻസസിനും തുടക്കമായി. സംസ്ഥാനത്ത് എസ്എസ്എൽസി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. 3 ഘട്ടമായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ടം മറ്റന്നാൾ വരെയും, രണ്ടാം ഘട്ടം ഈ മാസം 20 മുതൽ 25 വരെയും, മൂന്നാം ഘട്ടം ഈ മാസം 27 മുതൽ മെയ് 2 വരെയുമാണ് നടക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല അധികൃതർ ഇന്നും നാളെയും കോളേജിൽ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തും. അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് നേരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി, അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് സംഘടനകൾ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച കോളേജിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതേസമയം നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അധ്യാപകനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 133-ാം പതിപ്പാണ് ഇത്. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറം വഴി ഓൺലൈനായോ ജനങ്ങൾക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ കയറ്റുമതിയിൽ 4.22% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. ഇതോടെ ഏകദേശം $860 ബില്യൺ നേട്ടമാണ് കൈവരിക്കാൻ ആയത്. അതേസമയം ഇറക്കുമതി 6.5% വർദ്ധിച്ച് $979 ബില്യൺ എത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ്സിയെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 8 തീർത്ഥാടകർ മരിച്ചു. ചിലകല ഡോണ ഗ്രാമത്തിന് സമീപമായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം നൽകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.